താനിതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? എടോ ഇത് കെട്ടാൻ പറ്റുന്നില്ല. എന്തിനാ ഈ അറിയാൻ വയ്യാത്തേക്ക് എടുത്ത് കൊടുക്കാൻ പോയത്? വല്ല ചുരിദാർ ഇട്ടാ പോരായിരുന്നോ? ചുമ്മാതെ ഒരു ചേഞ്ച്. ആ എന്നാ പിന്നെ താൻ അനുഭവിച്ചോ. എടോ താനും നിന്നേ. എന്താ ഇതൊന്ന് കെട്ടിത്താടോ. തന്റെ കാര്യം കുറച്ച് കഷ്ടം തന്നെ. ഇന്നെങ്ങാനും പോവാൻ പറ്റുമോ? വേഗം കെട്ടിത്തന്നാ വേഗം പോവാം. ഏതാ? ഇതാണോ? ആദി എന്താ? ഞാൻ കെട്ടുമല്ലേ? എന്താണോ ഇത്? ഞാനിവിടെ കെട്ടിക്കൊണ്ടിരിക്കുക, അല്ല എന്ത് ചെയ്യാനാ? ആദി ആദി എടോ ഇതൊന്ന് കെട്ടണ്ടേ? ആദി അയ്യടാ അങ്ങനെ ഇപ്പൊ കേട്ടണ്ട. ചെക്കനൊരു പരിപാടി. എന്റെ പെണ്ണെ അവിടെ നിക്ക്, ഞാനൊന്ന് കെട്ടിക്കോട്ടെ. ഒരിക്കത്തം കെട്ടിയതല്ലേ, അത് മതി. അതുപോരാ, എനിക്കിതും കെട്ടണം. എന്നാ പിന്നെ വേഗം മര്യാദക്ക് കേട്ട്. വെറുതെ ഇരിക്കാതി. അപ്പൊ ഇത് കേട്ടണ്ടേ? അയ്യോടാ, ചെക്കന്റെ വലിച്ച ചിരി കണ്ടില്ലേ? ഇങ്ങനെ ചിരിച്ചോണ്ടെന്നാ മതിയോ? നമുക്ക് പോണ്ടേ? പോവാം, ഞാൻ റെഡിയാ. എന്നാ ഇറങ്ങ പോവാം. അയ്യോടാ, എന്താ പൂജ? നീ ബംഗാളികളെക്കാൾ കഷ്ടമാണല്ലോ എന്റെ ഗോമതി. ഈ മഴക്കാലത്ത് എന്തിനാണ് വെറുതെ വെള്ളം ഒഴിച്ച് കളയുന്നേ? എന്നാ ചൂടുകാലം വന്നാലോ ആ വഴിക്കേ തിരിഞ്ഞു നോക്കൂല. അതിനും കുറ്റമായോ? ആഹാ, അടിച്ചു പിരിഞ്ഞു പോവാണോ ഗോമതേച്ചി? ഇങ്ങനെ പോയാൽ ഒരു ദിവസം ഞാനത് ചെയ്യും. എന്താ മുത്തശ്ശി ഇന്നത്തെ പ്രശ്നം? ചുമ്മാ ഞാൻ അവളെ ഓരോന്ന് പറഞ്ഞ് ഇളക്കുന്നതല്ലേ. നിങ്ങൾ ഇറങ്ങുവായോ? പോയിട്ട് വരട്ടെ മുത്തശ്ശി. സൂക്ഷിച്ചു പോണേ.
മഴ പെയ്ത റെയിൻകോട്ട് ഹെൽമെറ്റും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് പറപ്പിച്ചു വിടരുത്. എവിടെയെങ്കിലും കയറി നിന്നേക്കണം. റോഡൊക്കെ തെറ്റിത്തെറിച്ച് കിടക്കുക. ശരി മുത്തശ്ശി. ഓ വാ. ആ കേറ്. എന്റെ തലേക്കാവിലമ്മേ, എന്റെ കുഞ്ഞുങ്ങളെ കാത്തോളണേ.